ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. ജങ്കുക്ക് എവിടെ നോക്കുന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കായിരുന്നു. ഇവരെന്നിനെ ആരോ നോക്കുന്നത്? അവിടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. എന്താ ഈ സിംഗിളെല്ലാം നോക്കുകയാണോ എന്ന് ജങ്കുക്ക് വന്ന് അട്ട് നിന്നു. ആ ജങ്കുക്ക് ജങ്കുക്ക് ഹീറോയുടെ നോക്കായിരുന്നു. ഓക്കെ ഹീറോയിനെ കണ്ട ജങ്കുക്ക് ഇവിടെ നോക്കാം. അഡ് വന്നിട്ട് ജങ്കുക്കിനെ ഒരു തള്ളിയായിരുന്നു. ജങ്കുക്ക് താഴെ കയറിയാൻ തുടങ്ങിയ ചെല്ലാതെ വിടാതെ എന്നെ രണ്ടുപേരും തല്ലിയല്ലേ നമ്മൾ ചെല്ലുമെന്ന് ജങ്കുക്ക് കയറിയാൻ തുടങ്ങി. ജങ്കുക്ക് ബാക്ക് ഇവരവരുടെ നോക്കുന്നത് ശ്രദ്ധിച്ച് നോക്കും. ഹീറോയിനെ നോക്കരുത്. ക്യൂട്ടായിട്ട് ക്യാറ്റിനെ പൊടിച്ചിട്ട് കുഞ്ചായിരുന്നു. അപ്പം ജങ്കുക്ക് ഹീറോയിമല്ല പട്ട ഹാർട്ടിടിക്കാറ് നിൽക്കുക പോന്നേ എന്ന് ജങ്കുക്ക് ഒറ്റോട്ട. ജിമ്മിനും വിയും തിരിഞ്ഞൊക്കെ ജങ്കുക്ക് എവിടെ പോയി? അയ്യോ ഇവരെ പോയിട്ട് ചെല്ലുമല്ലോ എന്ന് ജങ്കുക്ക് വീട്ടിൽ വന്ന് അവർ വന്ന് ജങ്കുക്ക് എരിയാൻ തുടങ്ങിയത്. ആറമ്മക്കൊക്കെ എന്ത് പറ്റി നടന്ന കാര്യം മൊത്തം പറഞ്ഞായിരുന്നു. എന്ന് തല്ലി നടന്ന കാര്യം പറയായിരുന്നു. അപ്പം ജേഹു വന്ന് എന്താടാ പറ്റി? ജങ്കുക്ക് ജിമ്മിനും വി വന്നു. വീനൊക്കെ വഴക്ക് പറയുന്നു. ഷുഗർ പറയുന്നു എന്താടാ പറ്റി? അപ്പോൾ ജേഹു പറയുന്നു ശരിടാ നാളെ ഇവനെ എന്ത് ജങ്കുക്കിനെ പിടിച്ചോണ്ടെന്ന് എന്തൊക്കെയായിട്ട് ഫുൾ ജങ്കുക്ക് പറഞ്ഞു. ശരി നാളെ ഇവരെ എവിടേക്ക് പോകുന്നത് നോക്കാം, ഞാനും കൂടെ വരാം എന്നെ ജേഹുപ്പ് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് പിറ്റേന്ന് വന്നായിരുന്നു രാവിലെ. അങ്ങനെ ഒരു ഫോളോ ചെയ്ത് വന്നായിരുന്നു. ജേഹുപ്പ് ഫോളോ ചെയ്തായിരുന്നു. ജങ്കുക്കും വന്നായിരുന്നു. ജങ്കുക്ക് 3 പേര് ശരി ഇങ്ങനെ ഫോൺ സെൻസ് തിരിഞ്ഞ് നോക്കുമ്പോൾ 3 പേര് വാന് വായി പോലെ നോക്കാം. എന്തിടാ ഇത് നടക്കുന്നത്? യഥാർത്ഥം നോക്കുമ്പോൾ അവിടെ ഒരു ഗ്രാൻഡ് ഉണ്ടായിരുന്നു. ഗ്രാൻഡ് മാനെ എവിടെ ജങ്കു എവിടെ നോക്കുന്നത്? ഇല്ല ഡ്രസ്സിൻ്റെ കളർ വരുന്നത്. അങ്ങനെ അവിടെ ഒരു ഗ്രാൻഡ് മാൻ എടുത്തോണ്ട് വരുന്നത്. അവിടെ ഒരു പോലീസുള്ള കാണില്ലേ എന്നൊരു പറയായിരുന്നു. ശരിയായിരുന്നു. നോക്കുമ്പോൾ ഒരു ചപ്പിക്കളായിട്ടു ആ ഗള്ള ഞങ്ങൾ 3 പേര് സൈറ്റ് അടിക്കുക എന്ന് പറഞ്ഞു. ജേഹോപ്പ് ഷാക്ക്. എന്താടാ നീ പറഞ്ഞത്? എനിക്കും മുടിച്ചിന്. ജേഹോപ്പ് യഥാർത്ഥം നോക്കുമായിരുന്നു. ശരി ഓക്കെ നല്ല കുട്ടിയായത്. ജേഹോപ്പ് കപ്പാന്ന് തോന്നുന്നു ഫീലിങ്സ് വന്നിട്ടായിരുന്നു. പിന്നെ ജേഹൂപ്പ് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ജേഹൂപ്പ് ഹീറോയിന്മാരെ കാണുമ്പോൾ ഇപ്പം 4 പേർക്ക് ഹീറോയിന്മാർ. എത്ര പേർക്ക്? 4 പേർക്ക് ഹീറോയിന്മാരെ ലവ് വന്ന് 4 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറോയിനെ നോടിച്ച് ചിരിക്കാം. ലൂസ് പോലെ അങ്ങോട്ട് കറങ്ങാം ഇങ്ങോട്ട് കറങ്ങാം. ഇത് ആറവർക്ക് പിരാന്ന് പിടിച്ച് എന്താടാ ഇവർക്ക് പിടിച്ച് ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ജേഹൂബ് ഡ്രോയിങ് കളിക്കണം ഇഷ്ടമാണ്. അപ്പോൾ ജേഹൂബ് ഡ്രോയിങ് കളിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല ഇങ്ങനെയായിട്ട് അവർ അതേ ഫോട്ടോസ് 4 പേര് അതേ ഫോട്ടോസ് നോക്കി കൊഞ്ചേരും അല്ലെ ക്യൂട്ടായിട്ട് അങ്ങനെ ഇങ്ങനെ പറയുന്നത്. ആറമ്മ ടെൻഷനാ എന്താ അവിടെ നടക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെ അവിടുന്ന് ഓടിപ്പോയത് 4 പേര്. എന്തിനാ നോക്കുന്നത്? ആറമ്മ എടുത്ത് നോക്കിയായിരുന്നു. ആരായി കുട്ടി എന്ന് ആറമ്മക്ക് ഒന്നും മനസ്സിലായി. ക്യൂട്ടായിട്ടുണ്ടല്ലപ്പാ എന്ന് ആറമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിലേക്ക് വന്നായിരുന്നു. കോളേജ് ഏതായിരുന്നു ആറമ്മ പറഞ്ഞായിരുന്നു. അതേ കോളേജിലേക്ക് വന്നു. ഹീറോയുള്ള കോളേജിൽ ആറമ്മ വന്നായിരുന്നു. അവിടെ പ്രിൻസിപ്പൽ കൂടെ സംസാരിച്ചിട്ട് വരായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ഹീറോ വന്നായിരുന്നു. പ്രിൻസിപ്പൽ എക്സ്ക്യൂസ് മീ സാർ കമ്മിങ്. എന്തമ്മ നടന്നവരെ പറഞ്ഞു. സാർ എൻ്റെ ബുക്കിന് മിനിക്ക് കീറി എൻ്റെ ഫാജേഴ്സ് തന്നെ കട്ടായിരുന്നു എന്ന് പറയായിരുന്നു. ആറമ്മ ഇപ്പം തിരിഞ്ഞു നോക്കുക. ആറമ്മ ഇതാ ഡ്രോയിങ്ങിലുള്ള കുട്ടിയല്ലേ ഹീറോ സാഡായിട്ട് പറയായിരുന്നു. ശരി എന്ന് പ്രിൻസിപ്പൽ വന്നു. ആ കുട്ടിക്ക് നല്ല വഴക്ക് പറയായിരുന്നു. എന്താടി നടക്കുന്ന ഇവിടെ? സാർ ഒന്നുമില്ല സാർ. അങ്ങനെ CC ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ കുട്ടിയാണ് എല്ലാം ചെയ്യുന്നതെന്ന് കണ്ടായിരുന്നു. CC ക്യാമറ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അത് CC ക്യാമറ വെച്ചിട്ടുണ്ട്. ചുമ്മാ പറയായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി പേടിച്ചിട്ട് പറയായിരുന്നു. CC ക്യാമറ ഓൾറെഡി ശരിയില്ലാത്ത ആ കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് പറയായിരുന്നു. ശരി ഓക്കെ എന്നെ പേടിച്ചിട്ട് ആ പെണ്ണ് സത്യം പറയായിരുന്നു. അതുകൊണ്ട് പെണ്ണിനെ വെളിയിൽ അതെ കുറച്ച് 1 മന്ത് ആ പെണ്ണിക്ക് ജോലി ക്ലാസ്സിൽ ആ പെണ്ണിക്ക് 1 മന്ത് ക്ലാസ്സില്ല പറയായിരുന്നു. ടീച്ചർ വഴക്ക് പറയായിരുന്നു. ടീച്ചർ പ്രിൻസിപ്പൽ വഴക്ക് പറയായിരുന്നു. അങ്ങനെ ആ പെണ്ണ് ടെൻഷൻ്റെ അവിടെ നിന്ന് പോയായിരുന്നു. ആ പെണ്ണിൻ്റെ വീട്ടിലൊക്കെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി സമാധാനമായി എന്നെ പറഞ്ഞ് ആറാം ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ്. ആറാമുക്ക് ഹീറോയിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആവും. ആൾ വെച്ച് നോക്കുമ്പോൾ ഹീറോയിനെ കുറിച്ച് മൊത്തം കാര്യമായിരുന്നു. ആറാമുക്ക് ഹീറോയിനെ പിടിച്ചെടുത്തത്. അപ്പോൾ 4 പേരിൽ 5 പേരായി മാറി. അപ്പോൾ 5 പേര് ഷുഗർ കൺഫ്യൂസായി. ഇവർക്ക് 6 പേർക്ക് 5 പേർക്ക് എന്ത് പറ്റി എന്നാ ഷുഗർക്ക് കൺഫ്യൂസായിരുന്നു. അപ്പോൾ ഷുഗർക്കു ഹീറോയിന് അങ്ങനെ ഉറപ്പറായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് വഴക്ക് പറയായിരുന്നു. ഇവർ കണ്ടു ഷോക്കായിരുന്നു. എന്താടാ പറ്റി ഇവർക്ക് എന്ന് പറഞ്ഞു. ഷുഗർ കേൾക്കായിരുന്നു. ഷുഗർ പറയുന്നത് കേൾക്കാതെ ഇവർ പോടാ അത് പറയുന്നത് ഇങ്ങനെ വഴക്കുണ്ടാക്കാം. ഞാനും ഇവൾ വേറെ ചോദിക്കും അങ്ങനെ കഴിക്കുമെന്ന് അങ്ങനെയായിട്ട് ഇവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. ഇത് കേട്ടിട്ട് അവർക്ക് അങ്ങനെയായിട്ട് അവർ 7 പേർ പോയി അവരുടെ മമ്മിൻ്റെ അവിടെ പറയായിരുന്നു. 7 പേർ പറഞ്ഞ ഒരു മോം ഡാഡിയാണ്. അവർ വഴക്കൊരു നല്ല ഉണ്ടാക്കിയത്. തലക്ക് ചോദിച്ചു അമ്മ അച്ഛന് എന്താടാ പറയുന്നു. ഫോട്ടോ കട്ട് ഞങ്ങൾക്ക് ഇവളെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 5 പേർ ഇവളെ മാരേജ് ചോദിക്കും എന്നെ തല്ലുണ്ടാക്കായിരുന്നു. തലക്ക് ചേച്ചി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ആറമ്മയുടെ അമ്മ അച്ഛൻ 7 പേരെ പിറ്റേ മെമ്പേഴ്സിന് മമ്മിൻ്റെ ഡാഡി തലക്ക് ചോദിച്ചു എന്താ പറ്റിയിടാ എന്ന് പറഞ്ഞു. അമ്മ അച്ഛൻ പറയായിരുന്നു. ഗ്രാൻഡ് പ വന്നിരുന്നു. ഗ്രാൻഡ് പ പറയായിരുന്നു ഞാൻ പോയിട്ട് വന്നു.
ഞാൻ നോക്കിയായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ഒരേ ഒരു വൈഫാണ് എന്ന് ഗ്രാൻഡ് പ പറയായിരുന്നു. ഇല്ലപ്പാ, നിങ്ങൾക്ക് 5 പേർക്ക് മാരേജ് കഴിക്കാൻ, നിങ്ങൾക്ക് 7 പേർക്കാണ് മാരേജ് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് നടന്ന കാര്യം പറയായിരുന്നു. എന്തോരോ ഒരു കാര്യം പറയുമായിരുന്നു. ഇല്ലപ്പാ, നീ അവർ മാരേജ് ചെയ്തേക്കിട്ട് പിന്നെ നിങ്ങൾ സെക്കൻഡ് മാരേജ് കഴിച്ചോളാം എന്ന് പറയായിരുന്നു. വേറെ പെണ്ണ് നോക്കാം, അത് വേണ്ട എന്ന് പറയായിരുന്നു. ഒരു ചബ്ബിയായിട്ടുണ്ട് അങ്ങനെ പറയുന്നു. മുത്തശ്ശനൊക്കെ അറിയും അവർക്ക് ഹീറോയിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. ഹീറോയിന് ഫുൾ ഡീറ്റെയിൽസ് മുത്തശ്ശക്ക് ഓർ ഫോളോ ചെയ്യുന്നത് എല്ലാം മുത്തശ്ശക്ക് അറിഞ്ഞു. നല്ല കുട്ടി, ഇവരെ പരിചയിക്കാന്ന് മുത്തശ്ശൻ പ്ലാനാണ്. ഇവർക്ക് 5 പേർ ഒക്കെ പിടിച്ച ബാക്കി മെമ്പേഴ്സ് പിടിക്കണ്ടേ? അത് കേട്ട് ഇങ്ങനെ വായിക്കൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് ശരി ഓക്കെ 7 പേർ സമ്മതിച്ചു, ഞങ്ങൾ മാരേജ് ചോദിച്ചോളാം എന്ന്. അതിനായിട്ട് ഇല്ല ഒരു മേജർ ബൈക്ക് ടോർച്ചറാക്കി ബാക്കി മെമ്പേഴ്സ്. ശരി ഓക്കെ എന്ന്. അപ്പോൾ ശുഖ പറയായിരുന്നു, എന്താടാ നടക്കുന്നത്? ഇങ്ങനെ മാരേജ് കഴിച്ചു. അപ്പോൾ മാരേജ് കഴിച്ചാൽ റൂമിൽ വന്നായിരുന്നു. ബാക്കി മെമ്പേഴ്സ് ഹീറോയിൻ കൂടെ ഭയങ്കര അപ്പോൾ ഇപ്പോൾ ഒന്നും ഇനി വേണ്ട, പഠിച്ചിട്ടാവട്ടെ എന്ന് അവർ മുണ്ടാതിരുന്നായിരുന്നു. ശുഖ പറഞ്ഞു. ഇപ്പോൾ ശുഖ വന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു. ഹീറോയിൻ സ്റ്റോപ്പ് പറഞ്ഞു. ഒരു കുട്ടിക്ക് കുറച്ച് സാധു വന്ന് ഒരാൾ ഒരു കുട്ടികൾ അച്ഛനമ്മയില്ലാത്ത കുട്ടികൾക്ക് ഒരു പണം കുറച്ച് സ്ഥലം അത് ഇതെല്ലാം കൊടുത്തായിരുന്നു. ശുഖക്ക് ഹീറോയിനെ കുറിച്ച് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ കുട്ടി ഒരാളെ ജസ്റ്റ് മതി. അവിടെ പറഞ്ഞ കുട്ടികൾ അത്ര ഒന്നുമില്ല, കുറച്ച് കുട്ടികളുടെ. ബാക്കി കുട്ടികളുടെ കോട്ടിൽ പറഞ്ഞ 4 കുട്ടികളുടെ, ബാക്കി കുട്ടികൾസ് ഒന്നുമില്ല, എല്ലാ കുട്ടികളും പോയിരുന്നു. അത് ആ വീട്ടിൽ പറയായിരുന്നു, ഇല്ലപ്പാ 4 കുട്ടികൾ മാത്രമേ ഉള്ളത്. അവിടുത്തെ റൺ ചെയ്യുന്നവർ പറയായിരുന്നു, ബാക്കി കുട്ടികളെല്ലാം ഹോസ്പിറ്റലുണ്ട് എന്ന് പറയാം. ഹീറോയിൻ പറയായിരുന്നു, ശരി ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ബാക്കി കുട്ടികൾ കുറച്ച് അടി പറ്റിയായിരുന്നു. ബാക്കി 4 കുട്ടികൾ മാത്രമേ ഉള്ളത്. ബാക്കി കുട്ടികൾ 10 കുട്ടികൾ അവിടെയുള്ളു. ശരി എന്ന് പറഞ്ഞ് ഹീറോയിൻ പണം കൊടുത്തായിരുന്നു, ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സും കൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് റിച്ച് ആയിരുന്നു. 4 ഫ്രണ്ട്സ് റിച്ചാണ് ഹീറോയിൻ്റെ. അങ്ങനെ 4 ഫ്രണ്ട്സ് ഹീറോയിൻ്റെ പണം കൊടുത്തയക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ പണം വാങ്ങിയിട്ട് ഹീറോയിൻ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ മിനി പറയായിരുന്നു, മച്ചി അങ്ങനെയായിട്ട് പക്ഷേ എന്ന് പറഞ്ഞു. മിനിയും ദിയാവും പിന്നെ ലിയ പിന്നെ ഫ്രണ്ട്സാണ്. മിനിയും ലിയ സ്റ്റെല്ല പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു.